ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ലാവോത്സുവിനെ കാണാൻ ഒരു ചെറുപ്പക്കാരനെത്തി. ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇതാണ്: എൻ്റെ ഉള്ളിൽ ഒട്ടും സമാധാനമില്ല, എനിക്ക് സമാധാനം വേണം. ലാവോത്സു പറഞ്ഞു, നിനക്കത് ഒരിക്കലും കിട്ടില്ല. ചെറുപ്പക്കാരൻ വല്ലാതായിപ്പോയി. അയാൾ ചോദിച്ചു, എന്തുകൊണ്ട്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ ഉള്ളിൽ എന്ത് കുഴപ്പമാണുള്ളത്? ലാവോത്സു പറഞ്ഞു, എത്ര നാൾ നീ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നു, അന്ന് വരെ നിനക്കത് കിട്ടില്ല. ഒരുപാട് നാൾ ഞാനും ഇത് ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. സമാധാനത്തിന് തടസ്സമായി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അത് സമാധാനം വേണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് സമാധാനം വേണമെന്ന ആഗ്രഹത്തെ ഞാൻ ഉപേക്ഷിച്ചു. നീയും അത് ഉപേക്ഷിക്കൂ. പല പല വശങ്ങളിൽ നിന്ന് നമ്മളെ ഒരുപാട് ആൾക്കാർ പിടിച്ചു വലിച്ചാൽ എങ്ങനെയിരിക്കും? സത്യത്തിൽ ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ പല പല വശങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിടിച്ചു വലിക്കുന്നു. ഇങ്ങനൊരവസ്ഥയിൽ സമാധാനം അനുഭവിക്കുന്നത് ഏതാണ്ട് അസാധ്യമാണ്. സമാധാനം അനുഭവിക്കണമെങ്കിൽ ആഗ്രഹങ്ങളില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ്. ഇതിനൊരേ ഒരു വഴിയുള്ളൂ: ഈ നിമിഷത്തെ പൂർണ്ണമായും സ്വീകരിക്കുക. നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയെ അംഗീകരിക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ വിഷമത്തിലാണെങ്കിൽ വിഷമത്തെ ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സങ്കടത്തിലാണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വേദനയിലാണെങ്കിൽ ആ വേദനയെ സ്വീകരിക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നാലും, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നാലും അതിനെ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അതെങ്ങനെയാണോ അതിനങ്ങനെ സ്വീകരിക്കുക. ഇതിൽ നിന്ന് മാറണമെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഞാൻ എന്താണോ ഞാൻ അത് തന്നെയാണ്. ഞാൻ എൻ്റെ അവസ്ഥയെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കാഴ്ചപ്പാട് പ്രകാരം ഇങ്ങനെ പറയുന്നത്? നോക്കൂ, ആഗ്രഹങ്ങളുള്ള മനസ്സിൽ സമാധാനം കാണില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആഗ്രഹങ്ങൾ ജനിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ ആഗ്രഹവും ജനിക്കുന്നത് എവിടെയാണ്? ഒരു കോമൺ പോയിന്റിൽ നിന്നാണ്. ഈ നിമിഷത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഒരുപാട് പണം ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോഴത്തെ പണമില്ലാത്ത അവസ്ഥയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ വലിയൊരു വീട് ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോഴത്തെ വീടിനെ നമ്മൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോഴത്തെ വിഷമങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ല. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ എല്ലാ ആഗ്രഹത്തിനും ഈ നിമിഷവുമായി ബന്ധമുണ്ട്. നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ അതില്ല. ആഗ്രഹം എന്ന് പറഞ്ഞാലേ അത് തന്നെയാണ്. നടക്കാത്ത കാര്യങ്ങളാണ് ആഗ്രഹങ്ങൾ, ശരിയല്ലേ? നടന്നു കഴിഞ്ഞ കാര്യം നമ്മൾ ആരും ആഗ്രഹമായി പറയാറില്ല. നടക്കാത്ത കാര്യങ്ങളാണ് ആഗ്രഹങ്ങൾ. നടക്കാത്തതെന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാ ആഗ്രഹവും നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഈ നിമിഷത്തിലിരിക്കാൻ നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമ്മതിക്കില്ല. അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. എന്നാൽ സമാധാനം അനുഭവിക്കണമെങ്കിൽ ഈ നിമിഷത്തിൽ ഇരുന്നേ മതിയാവൂ. ഒരുപാട് ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർ പോലും മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം, സമാധാനം വേണമെന്നത് പോലും ഒരാഗ്രഹമാണ്. അവർ സാധാരണ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്നും ഓവർകം ചെയ്ത് വരുന്നുണ്ടാവും. പക്ഷേ സമാധാനം വേണമെന്ന ആഗ്രഹം പോലും ഒരാഗ്രഹമാണെന്ന് അവർ തിരിച്ചറിയാറേയില്ല. ആഗ്രഹം എന്താണെന്നത് ഒരു ചോദ്യമല്ല. ആഗ്രഹം എന്തുമായിക്കോട്ടെ, ഒരാഗ്രഹമുണ്ടെങ്കിൽ അതിനിപ്പോൾ സമാധാനം വേണം എന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഈ നിമിഷത്തിലിരിക്കാൻ അനുവദിക്കില്ല. അതതിൻ്റെ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഈ നിമിഷത്തിലിരിക്കാൻ സാധിക്കാത്തിടത്തോളം സമാധാനം അനുഭവിക്കാവുന്നത് അസാധ്യമാണ്.